നമസ്കാരം. നാളെ മേടമാസം 1-ാം തീയതി എല്ലാവരും വിഷു ആഘോഷിക്കുകയാണ്. എന്താണ് വിഷു, അല്ലെങ്കിൽ ആ വിഷു ആഘോഷിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. പലതരത്തിലുള്ള വിഷയങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്നത്. വിഷു എന്നാൽ തുല്യമായത് എന്നാണ് അർത്ഥം. അതായത് രാത്രിയും പകലും തുല്യമായത് ദിവസം മേടം 1-ന് മേടവിഷു, തുലാം 1-ന് തുലാ വിഷു എന്നിങ്ങനെ രണ്ട് പക്ഷമുണ്ട്. രാവും പകലും തുല്യമായ ദിനം മീനമാസത്തിൽ 8-ാം തീയതിയാണ് രാവും പകലും തുല്യമായിട്ട് വരുന്നത്. ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് സൂര്യൻ പോകുന്നതിനെ സംക്രാന്തി അല്ലെങ്കിൽ സംക്രമം എന്നാണ് പറയുന്നത്. പ്രധാനമായ മഹാവിഷു എന്ന് പറയുന്നതും മേടമാസത്തിലെ തലേ ദിവസം രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം പുലരുമ്പോഴാണ് എല്ലാവരും കണി കാണുക എന്ന് പറയുന്നത്. അപ്പോൾ ആകാശവീതിയെ 12 ഭാഗങ്ങളാക്കിയതിൻ്റെ ഓരോ ഭാഗത്തെയുമാണ് രാശി എന്ന് പറയുന്നത്. സൂര്യൻ മീനരാശിയിൽ നിന്നും മേടരാശിയിലേക്ക് കടക്കുന്നതാണ് മേടസംക്രമം. മേടസംക്രമത്തിന് ശേഷം വരുന്ന സൂര്യോദയ വേളയിലാണ് കണി കാണേണ്ടത്. അതുകൊണ്ടാണ് മേടം 1-ാം തീയതി സൂര്യോദയത്തിന് ശേഷമാണ് സംക്രമം വരുന്നതെങ്കിൽ പിറ്റേന്നാണ് വിഷു ആചരിക്കുന്നത്. ഈ വിഷു എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള വിളവുകളെടുത്ത് ഭഗവാനെ കാഴ്ചവെച്ച് ആ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആ ആദ്യത്തെ കൈനീട്ടമാണ് എല്ലാ കർഷകരുടെയും അടുത്ത വർഷത്തേക്കുള്ള അല്ലെങ്കിൽ അടുത്ത വിഷുവിനുള്ള കാഴ്ചകൾ ഉണ്ടാക്കാനുള്ള കൃഷിയുടെ തുടക്കം വരുന്നത്. അതുകൊണ്ടാണ് മേടം 10 പോലും വളരെ എന്ത് നട്ടാലും വളരെ ശ്രേഷ്ഠകരമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല, മറ്റൊരു കഥ പറയുന്നത് നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായിട്ട് ആഘോഷിക്കുന്നത് എന്നും ഒരു കഥയുണ്ട്. തന്നെയല്ല, മറ്റൊരു കഥ, രാവണൻ്റെ കൊട്ടാരത്തിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ സൂര്യന് നേരെ ഇനി മേലാൽ ഈ കൊട്ടാരത്തിൽ നീ ഉദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് വലിയ വിഷയമാകുകയും പിന്നീട് രാമൻ രാവണനെ വധിച്ചതിന് ശേഷമാണ് സൂര്യൻ അവിടെ ഉദിച്ചതെന്നും അത് വിഷുവായിട്ട് ആഘോഷിക്കുന്നുവെന്നും ഒരു പക്ഷം. എന്നാൽ ഇതൊന്നുമല്ല നമ്മൾ ഇപ്പോൾ കേരളത്തിൻ്റെ വിഷയത്തിൽ പറയുന്നത്. വിഷു ആഘോഷിക്കുന്നത് കാർഷിക വിളവെടുപ്പ് തന്നെയാണ്. അപ്പോൾ ആ വിശ്വാസത്തിലും ആ സന്തോഷത്തിലും നമ്മൾ വളരെയധികം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന നാളത്തെ വിഷു എല്ലാവരും ഭംഗിയായിട്ട് ആഘോഷിക്കണം, എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണമെന്നും എല്ലാ വർഷങ്ങളിലും സന്തോഷത്തിൻ്റെ ദിനമായി തീരട്ടെ എന്ന് ഈ വസിഷ്ഠ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പേരിൽ എല്ലാവർക്കും വിഷു ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.